കൊറോണ വന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഡിജിറ്റൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കുവാനായി തുടങ്ങി. നമുക്ക് ആമസോൺ പേ, ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വിവിധ തരത്തിലുള്ള ഓഫറും ക്യാഷ് ബാക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും കൂടുതൽ ആളുകൾ ഇതിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊരാൾക്ക് പണം കൈമാറുന്നതിന് ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നത് UPI പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്. പണ്ട് നമ്മൾ ബാങ്കിൽ നേരിട്ട് പോയി നമ്മൾ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരമാണ് ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് UPI പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇതിന് മാത്രമല്ല, നമ്മളിന്ന് വാട്ടർ ബില്ലടക്കാൻ, നമ്മൾ KCB ബില്ലടക്കാൻ, നമ്മുടെ കേബിൾ ചാർജിൻ്റെ ബില്ലടക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ബ്രോഡ്ബാൻഡിൻ്റെ ബില്ലടക്കാൻ, അങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾക്ക് ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിലൂടെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സമയം സേവ് ചെയ്യാനായി പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫറുകളും നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ക്യാഷ്ലെസ് പേയ്മെൻറ്റുകൾ തന്നെയാണ് നല്ലത്. പരമാവധി എല്ലാ കാര്യങ്ങൾക്കും ക്യാഷ്ലെസ് സൗകര്യം തന്നെ പ്രയോജനപ്പെടുത്തുക. എന്നാൽ കൂടുതൽ ആളുകൾ ഈ ഒരു ഡിജിറ്റൽ ബാങ്കിങ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന നിങ്ങൾ സമ്പാദിച്ച പണം തട്ടിയെടുക്കാനായി തട്ടിപ്പുകാർ പല വിധേനയും ശ്രമിക്കും. നിങ്ങൾ തട്ടിപ്പിന് ഇരയാകാൻ സാധ്യതയുള്ള കുറച്ച് സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം SBI അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ ഒരു 45 സെക്കൻഡ് വരുന്നൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ മിക്ക ബാങ്കുകളും അവരുടെ കസ്റ്റമേഴ്സിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പല വിധത്തിലുള്ള തട്ടിപ്പിന് ഇരയാകാനും നിങ്ങൾ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടുവാനായി സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ബാങ്ക് തട്ടിപ്പിന് ഇരയാകാൻ സാധ്യതയുള്ള കുറച്ച് സാഹചര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ ഇല്ലെങ്കിൽ മെസ്സേജ് ഇല്ലെങ്കിൽ ഒരു ഇമെയിൽ ലഭിച്ചേക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരത്തിൽ ഫോൺ കോളിലൂടെ നിങ്ങളുടെ ബാങ്കിങ് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇമെയിലുകൾക്കും SMS-കൾക്കും റീപ്ലൈ ചെയ്യാതിരിക്കുക. പലപ്പോഴും ബാങ്കിൽ നിന്നാണെന്നുള്ള വ്യാജേന നിങ്ങളുടെ ഫോണിലേക്ക് കോൾ ലഭിക്കും. എന്നിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സൊക്കെ അവർ കറക്റ്റായിട്ട് പറയും. എന്നിട്ട് അവർ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP പോലുള്ള സീക്രട്ട് ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അവർ ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് പോകും. അത് ബാങ്കിൽ നിന്നാണെന്ന് വിശ്വസിച്ച് ഫോണിലേക്ക് വരുന്ന OTPയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ബാങ്കിൽ നിന്നും ഒരിക്കലും നിങ്ങളുടെ OTP പോലുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആരും കോൾ ചെയ്യില്ല. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇമെയിലിലേക്ക് വരുന്ന OTP, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ്, അതായത് അതിൻ്റെ കാർഡ് നമ്പർ, അതിൻ്റെ പിൻഭാഗത്തുള്ള CVV പോലുള്ള കാര്യങ്ങൾ വളരെ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ രണ്ടാമത് ഒരാളായിട്ട് ഷെയർ ചെയ്യുവാൻ പാടുള്ളതല്ല. പിന്നൊന്ന്, നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് അല്ലാതെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ തട്ടിപ്പിന് ഇരയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഗവൺമെൻറ് ഏകദേശം ഒരു 59 ആപ്പുകളോളം നിലവിൽ ബാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓഫ്ലൈനിൽ പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള ആപ്പുകളുണ്ട്. അതായത് എക്സെൻഡർ, ഷെയറിറ്റ് പോലുള്ള ആപ്പുകൾ. ഇതൊന്നും നിങ്ങളുടെ ഫോണിലില്ല, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. പകരം നിരവധി ആളുകൾ ഗൂഗിളിൽ കയറി വിവിധ തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നും അതിൻ്റെ APK ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. ഇതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്ത വിവിധ തരത്തിലുള്ള ആപ്പുകൾ നമുക്ക് തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ ആൻഡ്രോയിഡിൽ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ഒരു തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നും ഒരു APK ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ വിവിധ തരത്തിലുള്ള കോഡുകൾ കാണും. നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യാൻ വരെ സാധിക്കുന്ന തരത്തിലുള്ള കോഡുകൾ അതിനകത്ത് കാണും. നമ്മൾ അത്തരത്തിലുള്ള ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ വിവിധ തരത്തിലുള്ള ഒരു തട്ടിപ്പിന് ഇരയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നും ഒരു APK ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും മാത്രം നിങ്ങളുടെ ഫോണിലേക്ക് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ വിവിധ കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്ന കുറേയധികം സൈറ്റുകളുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ ഷോപ്പിംഗ് ഉപയോഗിക്കുന്ന സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വെബ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈറ്റുകളുണ്ട്. നമ്മൾ സ്ട്രീമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സൈറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ നമ്മൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാറുണ്ട്. ഇന്ത്യക്ക് അകത്തുള്ള വെബ്സൈറ്റുകളിൽ ഇത്തരത്തിൽ കാർഡ് സ്റ്റോർ ചെയ്താലും അതിലൊരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നാൽ ഇന്റർനാഷണൽ വെബ്സൈറ്റുകളിൽ ഇത്തരത്തിലൊരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് OTP ഒന്നും വരില്ല. OTP വരാതെ തന്നെയാണ് അത് ഒതന്റിക്കേറ്റ് ആവുക. വിശ്വസ്തതയില്ലാത്ത ഒരു ഇന്റർനാഷണൽ വെബ്സൈറ്റിൽ ഇതുപോലെ കയറി നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ തട്ടിപ്പിന് ഇരയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. പിന്നെ നമുക്ക് ബാങ്കിൽ നിന്നും പല വിധത്തിലുള്ള SMS-കൾ ലഭിക്കാറുണ്ട്. അതിൽ ആ ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെയിം ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ FDL എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിലുള്ള
രീതിയിലുള്ള SMS ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ വ്യാജ SMS നമുക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റിലേക്കുള്ള എന്തെങ്കിലും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഓഫർ ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര റിവാർഡ് പോയിന്റ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ്സും നൽകി നിങ്ങൾക്ക് SMS ലഭിക്കാം. നമ്മൾ ആ ഒരു ഓഫറും കാര്യങ്ങളും കണ്ട് അട്രാക്റ്റ് ആയിട്ട് ആ ഒരു വെബ്സൈറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിൽ കയറുന്നു. വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ അതിനകത്ത് പല വിധത്തിലുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. ഈ ATMന്റെ പിന്ന് വരെ ചോദിക്കുന്ന തരത്തിലുള്ള ഫോമുകൾ പലരും ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തെങ്കിലും ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് കാര്യങ്ങളാണെന്ന് വിശ്വസിച്ച് കയറി ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുന്നു. ATMന്റെ പിന്ന് വരെ ഇതിനോടൊപ്പം അവർ ചോദിച്ചിട്ടുണ്ടാകും. ബാങ്കിൽ നിന്നും വന്ന മെസ്സേജ് അല്ലേന്ന് കരുതി അവർ ATMന്റെ പിന്ന് വരെ അടിച്ചു കൊടുക്കും. ഈ രീതിയിൽ നിങ്ങൾ തട്ടിപ്പിന് ഇരയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന SMS കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു തട്ടിപ്പാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്താൽ നമ്മൾ ക്യാൻസൽ ചെയ്യുവാൻ നേരത്ത് നമുക്ക് അതിൻ്റെ റീഫണ്ട് എമൗണ്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾക്കൊരു കോൾ ബാക്ക് ലഭിക്കും. നിങ്ങളുടെ ഈ ഒരു റീഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ UPI പിന്ന് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ പ്യൂറായിട്ടുള്ള ഒരു തട്ടിപ്പാണ്. ഒരിക്കലും ആരും നിങ്ങളുടെ UPI പിന്നും കാര്യങ്ങളൊന്നും ചോദിക്കില്ല. നിങ്ങളുടെ UPI പിന്ന്, നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP, ഇതൊക്കെ വളരെ സെക്യൂറായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും രണ്ടാമത് ഒരാളായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാനായി പാടുള്ളതല്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഫോണിലേക്ക് UPI പിന്നും ചോദിച്ച് ആരെങ്കിലും വിളിച്ചാൽ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, മറന്നു പോകാതിരിക്കാൻ ATMന്റെ പിന്നും അതുപോലെ തന്നെ ATMന്റെ ഫ്രണ്ടിലെ കാർഡ് നമ്പറും അതിൻ്റെ CVV ഒക്കെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കുന്നത്. ഇതൊരിക്കലും ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ഗാലറിയിൽ കിടക്കുന്ന ഇമേജൊക്കെ പലതരത്തിലും ലീക്ക് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്റർനെറ്റിന്റെ ലോകത്ത് ബിഗിനറായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അറിയാതെ ഈ ഒരു ഇമേജൊക്കെ എടുത്ത് ഫേസ്ബുക്കിലേക്ക് വരെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ രീതിയിൽ പല പോസ്റ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും അറിയാതെ അവരുടെ ATMന്റെ വിവരങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പലപ്പോഴും ഇത് അറിയാതെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ചെയ്യരുത്. പിന്നെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പലപ്പോഴും വലിയ അട്രാക്ഷനിൽ ഓഫറും കാര്യങ്ങളൊക്കെ കാണും. അതും ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും പോലുള്ള പേരുകളിലായിരിക്കും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നമ്മളോർക്കും ഒറിജിനൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ആമസോൺ ആയിരിക്കുമെന്ന്. ഐഫോണൊക്കെ 5000 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന തരത്തിലുള്ള പ്രൊമോഷണൽ ഓഫേഴ്സ് കഴിഞ്ഞ ദിവസമൊക്കെ ഫേസ്ബുക്കിൽ റണ്ണായിരുന്നു. പലരും ഇത് വിശ്വസിച്ചിട്ട് അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ഓർഡർ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കയറുമ്പോഴും നമ്മൾ ആ ഒരു ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ പോലുള്ള സെയിം മോഡലുള്ള ഒരു സൈറ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നമ്മളത് ഓഫർ ആണെന്ന് കരുതി നമ്മൾ അത് ഓർഡർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. കാർഡ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. കൂട്ടത്തിൽ ഇതുപോലെ ചിലപ്പോൾ ATM പിന്ന് വരെ ചോദിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇത് ATM പിന്ന് കൊടുക്കേണ്ട ഒരു തരത്തിലുള്ളൊരു ട്രാൻസാക്ഷൻ ആണെന്ന് കരുതി ATM പിന്നും അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ തട്ടിപ്പിന് ഇരയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലും അതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വരുന്ന ഇത്തരത്തിലുള്ള വലിയ ഓഫറുകളിലൂടെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊരു സംശയത്തോടു കൂടി വേണം വീക്ഷിക്കാനായിട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ടെക്നോളജി മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അവർക്കൊന്നും നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിൽ ആ കാര്യം ഒന്ന് അറിയിക്കുക. ഇന്നപോലെ ഞാനൊരു സംഭവം കണ്ടു, ഇത് ഉള്ളതാണോ വ്യാജമാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എപ്പോഴും നിങ്ങൾ മൊബൈൽ നമ്പർ മാറ്റിയാലും ആ പുതിയ മൊബൈൽ നമ്പർ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. കാരണം ബാങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും നമുക്ക് ബാങ്കിൽ നിന്നും SMS-കൾ വരാറുണ്ട്. നിങ്ങൾ ബാങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടാൽ നമ്മൾ അറിയുവാനുള്ള ഒരു സാധ്യതയില്ല. നമ്മുടെ മൊബൈൽ നമ്പർ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക വഴി നമുക്ക് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ അലേർട്ടുകൾ ലഭിക്കും. ഇതിലൂടെ നമുക്ക് തട്ടിപ്പിന് ഇരയായാൽ പെട്ടെന്ന് അറിയുവാനും അത് ബ്ലോക്ക് ചെയ്യുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും സാധിക്കും. പിന്നെ പലരും അവരുടെ ATMന്റെ പിന്നൊക്കെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇടും, ഇല്ലെങ്കിൽ വാഹനത്തിൻ്റെ നമ്പർ ഇടും, ഇല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. പാസ്വേഡും ഇന്റർനെറ്റ് ബാങ്കിൻ്റെ പാസ്വേഡും അതുപോലെ അവരുടെ പേരിടും, ഇല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരിടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പാസ്വേഡുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ATM പാസ്വേഡ് ആയാലും നെറ്റ് ബാങ്കിങ് പാസ്വേഡ് ആയാലും UPI പിൻ ആയാലും മാസത്തിൽ ഒരു തവണ മാറ്റുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. പിന്നെ നിങ്ങളൊരു തട്ടിപ്പിന് ഇരയായാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടാൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് നിങ്ങളത് ബ്ലോക്ക് ചെയ്യുക. ഇനി നിങ്ങൾ അവരുടെ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സൈബർ ക്രൈമൊക്കെ ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈബർ ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പോർട്ടലുണ്ട്. അപ്പോൾ ആ പോർട്ടൽ സന്ദർശിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഇതുപോലുള്ള തട്ടിപ്പിനിരയായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനായി സാധിക്കും. നിങ്ങൾ ഇതുപോലുള്ള എന്തെങ്കിലും തട്ടിപ്പിനിരയായാൽ നിങ്ങളത് മറച്ചു വെക്കരുത്, നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ വേറൊരാൾക്ക് ഇത് സംഭവിക്കുന്നതിൽ നിന്നും നമുക്ക് തടയുവാനായി സാധിക്കും.
സാധിക്കും. അപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി